EMS Nachappan ji, Mr. Oman Chandy ji, VM Sudhiran ji, Deepak Babaria ji, PJ Joseph ji, Francis George ji, Dean Kuriakose ji, Roy Paulos ji, EM Augusti ji, Congress Party workers, brothers and sisters, I'd like to welcome all of you to this meeting. ബഹുമാനപ്പെട്ട ശ്രീ നാച്ചിയപ്പൻ ജി, മുഖ്യമന്ത്രി ബഹുമാനായ ശ്രീ ഉമ്മൻ ചാണ്ടി, ശ്രീ VM സുധീരൻ, മന്ത്രി ശ്രീ PJ ജോസഫ്, ശ്രീ ഫ്രാൻസിസ് ജോർജ് XMB, ശ്രീ റോയി കെ പൗലോസ്, EM അഗസ്തി, ദീപക് ബാബറിയാജി, മറ്റ് ഇവിടെ കൂടിയിരിക്കുന്ന സഹോദരന്മാരായ കോൺഗ്രസ് UDF പ്രവർത്തകരെ, ജനാധിപത്യ വിശ്വാസികളെ, നിങ്ങളെ ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യട്ടെ. I think today the sun is very strong, but the energy in the crowd is more strong than the sun. ഇന്നെനിക്ക് തോന്നുന്നു സൂര്യന്റെ ചൂട് ഏറെ കൂടുതലാണ്. എന്നിരുന്നാൽ പോലും ഇന്ന് ഈ മൈതാനത്തുള്ള എനർജി, ഊർജം അതിലേറെയാണ് എന്ന് എനിക്ക് ഫീൽ ചെയ്യുകയാണ്. It is always a pleasure for me to come to Kerala and see the empowerment of the people and see the politics of Kerala. എനിക്ക് കേരളത്തിലേക്ക് വരാൻ എന്നും സന്തോഷമാണ്. ഇവിടെ വരാനും നിങ്ങളെ കാണുവാനും ഇവിടുത്തെ പൗരന്മാരുടെ ശാക്തീകരണം കാണുവാനും ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്നു, താല്പര്യപ്പെടുന്നു. Our opposition talks about one leader. നമ്മുടെ എതിരാളികൾ, നമ്മുടെ പ്രതിപക്ഷം ഒരു നേതാവിനെ കുറിച്ച് പറയുന്നു. And in Kerala, the Congress Party talks about thousands and millions of leaders. എന്നാൽ കേരളത്തിലെ ഐക്യജനാധിപത്യ മുന്നണി നമ്മൾ നൂറുകണക്കിന് ആയിരക്കണക്കിന് നേതാക്കന്മാരെ കുറിച്ചാണ് പറയുന്നത്. We have leaders at the panchayat level, we have leaders at every single level in Kerala. നമ്മൾക്ക് പഞ്ചായത്ത് ലെവലിൽ, അതിനു മുകളിൽ, അങ്ങനെ വിവിധ തട്ടുകളിലായി നമ്മൾക്ക് അനേകായിരം നേതാക്കന്മാർ കേരളത്തിലുണ്ട്. And this is the politics of the 21st century. ഇതാണ് 21ാം നൂറ്റാണ്ടിന്റെ രാഷ്ട്രീയമായിരിക്കേണ്ടത്, നേതൃത്വമായിരിക്കേണ്ടത്. If you want to fight corruption, if you want to change India, you have to empower the people of this country. നമ്മൾ അഴിമതിയെ ഇല്ലാതാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, രാജ്യത്തെ ശക്തിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ തരത്തിലുള്ള ശാക്തീകരണമാണ് രാജ്യത്തുണ്ടാകേണ്ടത്. And for me, the Congress Party, the role of women in Kerala, these are all inspirations and they are models for me to replicate in the rest of the country. എന്നെ സംബന്ധിച്ച് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയും കേരളത്തിലെ രാഷ്ട്രീയവും എക്കാലവും എനിക്ക് ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കേരളത്തിന്റെ ഭാവിയും എനിക്ക് എന്നെ സംബന്ധിച്ച് വലിയ മോട്ടിവേഷൻ നൽകുന്ന, ഇൻസ്പിറേഷൻ ഉള്ള സംഗതിയാണ്. Today in the country there are broadly three ideologies, three ideas. ഇന്ന് നമ്മുടെ രാജ്യത്ത് പ്രധാനമായും 3 പ്രത്യയശാസ്ത്രങ്ങൾ അല്ലെങ്കിൽ ആശയങ്ങളാണ് ഉള്ളത്. There is the idea of the left, which is basically not to look at industry, not to empower industry, to create equality of poverty among everybody. ഒന്ന് ഇടതുപക്ഷത്തിന്റെ ആശയമാണ്. അവർ വിശ്വസിക്കുന്നത് ഇവിടെ വ്യവസായം വരുന്നതിലോ വികസനം ഉണ്ടാകുന്നതിലോ അല്ല, ഉള്ള ദാരിദ്ര്യം ഒപ്പം പങ്കുവയ്ക്കുന്ന ഇതിൽ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രമാണത്. They do not see a role for business, they do not see a role for industry, but they believe in creating fairness. അവർ വ്യവസായത്തിൽ വിശ്വസിക്കുന്നില്ല, അവർ വികസനത്തിൽ വിശ്വസിക്കുന്നില്ല, പക്ഷേ അവർ സമത്വത്തെ കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നു. And they feel that everybody should be fair and poor at the same time. അവർ പറയുന്നത് എല്ലാവരും ഒരുപോലെ ആയിരിക്കണം, സമത്വത്തിലായിരിക്കണം, അതുപോലെ തന്നെ എല്ലാവരും ദരിദ്രരായിരിക്കണം. On the other side you have the India shining idea. ഇതിന്റെ മറുവശത്ത് നമ്മൾക്ക് കാണാൻ കഴിയുന്നത് ഇന്ത്യ തിളങ്ങുന്നു എന്നുള്ള ഒരു മുദ്രാവാക്യമാണ്. They believe that few people should own all the wealth of this country. അവർ വിശ്വസിക്കുന്നത് ഏതാനും ചില ആളുകൾ തിളങ്ങണം, അവർ ഈ രാജ്യത്തെ സ്വത്ത് കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ്. They believe in just providing limited amount of people with all the power. അവർ വിശ്വസിക്കുന്നത് ഏതാനും ചില ആളുകൾക്ക് അധികാരവും സമ്പത്തും നൽകുന്നതിലാണ്. And they are not interested in the future of the poor, the future of the weak of this country. അവർക്ക് ദരിദ്രരെയോ നിരാലംബരുടെയോ ശാക്തീകരണത്തിലോ അവരുടെ വികസനത്തിലോ താല്പര്യമില്ല. And the third idea, the most powerful idea, is the Congress Party idea.
മൂന്നാമത്തെ ആശയം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ഏറ്റവും ശക്തമായ ആശയം അത് കോൺഗ്രസിന്റെ ആശയമാണ്. We want prosperity and we want fairness. നമ്മൾക്ക് അഭിവൃദ്ധി ഉണ്ടാകണം, അതുപോലെ തന്നെ സമത്വം ഉണ്ടാകണം. We want to empower business, but we want to make sure that empowering business results in the empowering of our poor people. നമ്മൾ വ്യവസായത്തെ കുറിച്ച് പറയുന്നു, നമ്മൾക്ക് വ്യവസായം ഉണ്ടാകണം, പക്ഷേ വ്യവസായവും വളർച്ചയും ഉണ്ടാകുന്നത് പൗരന്മാരുടെ അല്ലെങ്കിൽ ഈ രാജ്യത്തെ ജനങ്ങളുടെ വികസനത്തിനും വളർച്ചയ്ക്കും വേണ്ടിയായിരിക്കണം. We want to create industry that gives jobs to our people. നമ്മൾക്ക് വ്യവസായങ്ങൾ വേണം, വ്യവസായങ്ങൾ തൊഴിലുണ്ടാക്കുന്ന, തൊഴിലവസരങ്ങൾ നൽകുന്ന വ്യവസായങ്ങളായിരിക്കണം. And we want the poorest people of this country to dream the biggest dreams possible. നമ്മുടെ ആവശ്യം ഈ രാജ്യത്തെ ദരിദ്രരിൽ ദരിദ്രനായവൻ ഏറ്റവും വലിയ സ്വപ്നം കാണാൻ അവസരം കൊടുക്കാൻ കഴിയുന്ന ഒരു ആശയമാണ് നമ്മൾ പ്രദാനം ചെയ്യുന്നത്. We don't want an India where there are few rich people, they fly in aeroplanes and drive big cars, and the rest of the country just looks at them. നമ്മൾക്ക് ഇത്തരത്തിലൊരു ഇന്ത്യ ആവശ്യമില്ല. ഏതാനും ആളുകളിൽ സമ്പത്ത് കുമിഞ്ഞുകൂടിയിരിക്കുന്നു, അവർ വിമാനങ്ങളിൽ യാത്ര ചെയ്യുന്നു, അവർ ആഡംബര കാറുകളിൽ സഞ്ചരിക്കുന്നു, ബാക്കിയുള്ള മഹാഭൂരിപക്ഷം ദരിദ്രരായി അവരെ നോക്കി നിൽക്കുന്നു. അതുപോലെ ഒരു ഇന്ത്യ നമ്മൾക്ക് ആവശ്യമില്ല. And the interesting thing is when you look at the last 10 years and you look at the record of the UPA government over the last 10 years, you find that we have grown this country faster than our opposition. എന്നാൽ കൗതുകകരമായ ഒരു കാര്യം, കഴിഞ്ഞ 10 വർഷം നമ്മൾ നോക്കിയാൽ നമ്മുടെ രാജ്യത്ത് അതിവേഗ വികസനവും വളർച്ചയും ഉണ്ടായി. മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച്, മറ്റ് കാലങ്ങളെ അപേക്ഷിച്ച് നമ്മൾക്ക് വളരെ വലിയ വികസനവും വളർച്ചയും ഉണ്ടാക്കാൻ കഴിഞ്ഞ 10 വർഷത്തെ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. We have built more colleges, more roads than our opposition. നമ്മൾ കൂടുതൽ കോളേജുകൾ ഉണ്ടാക്കാനും കൂടുതൽ റോഡുകൾ ഉണ്ടാക്കാനും പ്രതിപക്ഷത്തെ കാലത്തെ അപേക്ഷിച്ച് അതിലേറെ നേട്ടങ്ങൾ കൈവരിക്കാൻ നമുക്ക് കഴിഞ്ഞു. And at the same time, we have brought 15 crore people out of poverty. അതേസമയം ഈ രാജ്യത്ത് 15 കോടി ജനങ്ങളെ ദാരിദ്ര്യ രേഖയ്ക്ക് മുകളിലേക്ക് കൊണ്ടുവരുവാനും നമുക്ക് കഴിയും. It is our firm belief that this country does best when there is peace and happiness. നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു ഈ രാജ്യത്തിന് ഏറ്റവും നല്ല രീതിയിൽ വളരാനും മുന്നോട്ട് പോകാനും കഴിയും എപ്പോഴാണ് ഈ രാജ്യത്ത് സമാധാനവും സമൃദ്ധിയും ഉള്ളപ്പോൾ. We believe that everybody in this country should feel that this country belongs to them. നമ്മൾ വിചാരിക്കുന്നു ഈ രാജ്യത്തെ എല്ലാ പൗരനും ഇത് എൻ്റെ രാജ്യമാണ് എന്ന വിശ്വാസം, വികാരം മനസ്സിലുണ്ടാകണം. And we have shown that when everybody in this country feels a part of this country does the best possible. എല്ലാ പൗരനും ഈ രാജ്യം എന്റേതാണ് എന്ന വികാരം ഉണ്ടായപ്പോഴാണ് നമ്മുടെ രാജ്യത്തിന് അഭിവൃദ്ധിയും പുരോഗതിയും വളർച്ചയും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. We grew fastest when we made everybody work together in partnership. നമ്മൾ ഈ രാജ്യത്തെ വികസനവും വളർച്ചയും ഏറ്റവും വേഗത കൈവരിക്കാൻ കഴിഞ്ഞത് നമ്മൾക്ക് എല്ലാവരെയും ഒന്നുപോലെ കൈകോർത്ത് അണിനിരത്താൻ കഴിഞ്ഞപ്പോഴാണ്. We provided a floor for poor people നമ്മൾ ഈ രാജ്യത്തെ പാവങ്ങൾക്ക്, ദരിദ്രർക്ക് ഒരു പുതിയ പ്ലാറ്റ്ഫോം നൽകി, അല്ലെങ്കിൽ അവർക്ക് കയറി വരാൻ കഴിയുന്ന ഒരു അവസരം ഒരുക്കി. We gave minimum rights of work, of food to every single person in this country. നമ്മൾ തൊഴിലിനുള്ള അവകാശം, അല്ലെങ്കിൽ ഭക്ഷണത്തിനുള്ള അവകാശം, ആരോഗ്യത്തിനുള്ള അവകാശം, ഇതുപോലെ അവകാശങ്ങളാണ് പാവപ്പെട്ടവർക്ക് നൽകിയത്. We gave every single person the right of information so he could ask any question, he or she could ask any question of their government. നമ്മൾ ഈ രാജ്യത്തെ മുഴുവൻ പൗരന്മാർക്കും അറിയാനുള്ള അവകാശം നൽകി. അതുവഴി ഈ രാജ്യത്തെ ഏതൊരു പൗരനും ഏതൊരു കാര്യം ചോദിക്കാനും മനസ്സിലാക്കാനുമുള്ള അവസരം ഇന്ന് ഈ രാജ്യത്ത് നിലനിൽക്കുന്നു. We did not say that we are going to give the right of food to a certain community or to a certain caste or to a certain state. We said we are going to give the right of food, the right of work to every single Indian regardless of who he is. നമ്മൾ പറഞ്ഞു ഈ രാജ്യത്ത് ഭക്ഷണം അവകാശമാക്കാൻ പോകുന്നു എന്ന്. എന്നാൽ അത് ഏതെങ്കിലും ഒരു സമുദായത്തിനോ ഏതെങ്കിലും ഒരു ജാതിക്കോ ഏതെങ്കിലും ഒരു വിഭാഗത്തിനോ നൽകുമെന്നല്ല പറഞ്ഞത്. നമ്മൾ പറഞ്ഞത് ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും ഭക്ഷണത്തിനുള്ള അവകാശം, തൊഴിലിനുള്ള അവകാശം, അതുപോലെ സാർവത്രികമായ അവകാശങ്ങളാണ് നമ്മുടെ സർക്കാർ നൽകിയത്. It is the 15 crore people that we have taken out of poverty that are going to be the market of the next generation, of the next 20-30 years. നമ്മൾ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ദാരിദ്ര്യരേഖയ്ക്ക് പുറത്തു കൊണ്ടുവന്ന 15 കോടി ജനങ്ങളാണ് അടുത്ത തലമുറയിലേക്ക് ഈ രാജ്യത്തിന്റെ ശക്തിയായി വരാൻ പോകുന്നത്. India is a partnership of all of us. ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഒരു സഹകരണ അടിസ്ഥാനത്തിലുള്ള മുമ്പോട്ട് പോകുന്ന ഒരു രാജ്യമാണ്. സഹകരണത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും രാജ്യമാണ്. It is a partnership between all religions, between all castes, between rich and poor.
ഇന്ത്യ എന്ന് പറയുന്നത് എല്ലാ മതങ്ങളും തമ്മിലുള്ള സഹകരണം, എല്ലാ ജാതികളും തമ്മിലുള്ള സഹകരണം, എല്ലാ സമുദായങ്ങളും തമ്മിലുള്ള സഹകരണം, അതുപോലെ പാവപ്പെട്ടവനും പണക്കാരനും തമ്മിലുള്ള സഹകരണം, ഇതാണ് നമ്മുടെ ഇന്ത്യയുടെ പ്രത്യയശാസ്ത്രം. That is why in all my speeches I talk about the role of women. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ എല്ലാ പ്രസംഗങ്ങളിലും സ്ത്രീകളെ കുറിച്ച് പ്രത്യേക ഊന്നൽ നൽകി പറയുന്നത്. If you look at Kerala and you look at your success, a big part of your success is because of the role of women. നിങ്ങൾ കേരളത്തിലേക്ക് നോക്കിയാൽ ഞാൻ അഭിമാനത്തോടെ പറയട്ടെ, കേരളത്തിന്റെ വിജയം എന്ന് പറയുന്നത് വലിയൊരു പങ്ക് വരെ ഇവിടുത്തെ വനിതകളുടെ ശാക്തീകരണം കൊണ്ടാണ്, വനിതകളുടെ സഹകരണം കൊണ്ടും അവരുടെ മിടുക്കുകൊണ്ടുമാണ് കേരളത്തിന് ഇതുപോലെ വികസനം ഉണ്ടാക്കാൻ കഴിഞ്ഞത്. And the best nurses in the world come from Kerala and they look after sick people everywhere. ലോകത്ത് ആതുര സേവന രംഗത്ത് ഒരു കൈസഹായം എത്തിക്കുന്ന ലോകത്തെ ഏറ്റവും അധികം നഴ്സുമാരെ സംഭാവന ചെയ്തത് കേരളമാണ്. രോഗാവസ്ഥയിൽ കിടക്കുന്ന അല്ലെങ്കിൽ നിരാലംബരായി കിടക്കുന്ന അനേകായിരങ്ങൾക്ക് അവർ കൈത്താങ്ങാകുന്നു. That is why we want to empower women in the rest of the country. That is why we placed a bill in parliament to give them 33% reservation in Vidhan Sabha and Lok Sabha. അതുകൊണ്ടാണ് ഈ അനുഭവത്തിൽ നിന്നാണ് ഈ രാജ്യത്തെ മുഴുവൻ സ്ത്രീകളെയും ശാക്തീകരിക്കാൻ നമ്മൾക്ക് കഴിയണമെന്ന് പറയുന്നത്. അതിനുവേണ്ടിയുള്ള പരിശ്രമമാണ് നമ്മൾ നടത്തിയത്. അതിനുവേണ്ടിയാണ് സ്ത്രീകൾക്ക് 33% സംവരണം നൽകുന്ന വനിതാ സംവരണ ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെട്ടത്. That is why we are going to guarantee them 2000 police stations dedicated for women. അതുകൊണ്ട് നമ്മൾ വരുന്ന കാലങ്ങളിൽ 2000 പോലീസ് സ്റ്റേഷൻ സ്ത്രീകളുടേത് മാത്രമായ വനിതാ പോലീസ് സ്റ്റേഷനുകൾ ഈ രാജ്യത്ത് ഉണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. And that is why we connect millions of women in this country to banks through the self-help group movement, which has been very successful in this state. അതുകൊണ്ടാണ് നമ്മൾ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് സ്ത്രീകളെ ബാങ്കുകളും അതുപോലെ സഹകരണ സംഘങ്ങളും അതുപോലെ കുടുംബശ്രീ പോലുള്ള സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളുമായി ലിങ്ക് ചെയ്ത് അവരെ ഉയർത്തിക്കൊണ്ടുവരുവാനും ശാക്തീകരിക്കാനും പരിശ്രമിക്കുന്നത്. When we come to power in 2014, we are going to give 2 new rights to the poor people of this country. 2014 നമ്മൾ വീണ്ടും അധികാരത്തിൽ വരുമ്പോൾ ഈ രാജ്യത്തെ പാവപ്പെട്ടവർക്ക് 2 പ്രധാനപ്പെട്ട അവകാശങ്ങൾ നൽകാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ്. We are going to guarantee every poor person the right to medicine and health care. എല്ലാ പാവപ്പെട്ടവർക്കും മരുന്നിനും ആരോഗ്യത്തിനുമുള്ള അവകാശം നമ്മുടെ സർക്കാർ നൽകും. Poor people struggle with health care. It is their biggest problem. We are going to solve this problem for them. പാവപ്പെട്ടവൻ ഏറ്റവും കഷ്ടപ്പെടുന്നത് അവൻ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ വരുമ്പോഴാണ്. അവന്റെ ആശുപത്രി ചെലവും ആരോഗ്യം സംരക്ഷിക്കാനുമുള്ള ചെലവ് വലിയൊരു വെല്ലുവിളിയാണ്. ആ ഒരു വിഷയം നമ്മൾ പരിഹരിക്കാൻ പോവുകയാണ്. And the second right we are going to give to all our poor people is the right of shelter, right of a roof on top of their head. അടുത്തതായി നമ്മൾ നൽകാൻ ഉദ്ദേശിക്കുന്ന അധികാരം എന്ന് പറയുന്നത് സ്വന്തമായി ഒരു കൂരയുണ്ടാക്കാനുള്ളതാണ്. ഏറ്റവും പാവപ്പെട്ടവന് അവന്റെ സ്വന്തമായി അവകാശപ്പെട്ട ഒരു കൂരയിൽ കിടക്കാനുള്ള അവസരം ഈ സർക്കാർ നൽകും. And the third right we are going to give is the right of pension to all our old people. മൂന്നാമതായി നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ രാജ്യത്തെ മുഴുവൻ വൃദ്ധജനങ്ങൾക്കും അല്ലെങ്കിൽ വയ്യാത്തവർക്കും ഈ രാജ്യത്ത് പെൻഷൻ നൽകാനുള്ള സംവിധാനം ഉണ്ടാകണം. For the youngsters, we have built an industrial corridor that goes from Delhi to Mumbai, Mumbai to Chennai, Chennai to Bangalore and Delhi to Calcutta. ചെറുപ്പക്കാർക്ക് വേണ്ടി നമ്മൾ ഈ രാജ്യത്ത് ഒരു വികസന കോറിഡോർ തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ്. അത് ഡൽഹിയിൽ നിന്നും ബോംബെയിലേക്കും, ബോംബെയിൽ നിന്നും ബാംഗ്ലൂരിലേക്കും, ബാംഗ്ലൂരിൽ നിന്നും കൽക്കട്ടയിലേക്കും, തിരിച്ച് കൽക്കട്ടയിൽ നിന്നും ഡൽഹിയിലേക്കുമുള്ള ഒരു വ്യവസായ കോറിഡോർ എന്ന് പറയുന്ന സങ്കല്പം ഈ രാജ്യത്തെ യുവാക്കൾക്ക് വേണ്ടി നമ്മൾ സൃഷ്ടിക്കും. We have built highways and a dedicated railway line. നമ്മൾ അതിനുവേണ്ടി ഈ രാജ്യത്ത് ഹൈവേസ് ഉണ്ടാക്കി, അതുപോലെ തന്നെ അതിനോട് സമാന്തരമായി റെയിൽവേ ലൈനുകളും പണിതു. And we have provided facility of electricity and water. നമ്മൾ വൈദ്യുതിക്കുള്ള വ്യവസ്ഥ ഉണ്ടാക്കി, വെള്ളവും വെളിച്ചവും ലഭിക്കാനുള്ള സാഹചര്യം ഒരുക്കി. And in the near future, thousands of businesses, thousands of industries are going to be placed all along this corridor. ഇത് മുഖാന്തരം നമ്മൾ ആഗ്രഹിക്കുന്നത്, പ്രതീക്ഷിക്കുന്നത് ഈ ഒരു വ്യവസായ കോറിഡോറിന്റെ ഇരുവശത്തുമായി ആയിരക്കണക്കിന് പുതിയ വ്യവസായ ബിസിനസ് സംരംഭങ്ങൾ വരും. And we are going to connect you to this corridor. ഈ ചെറുപ്പക്കാരെ നമ്മൾ ഈ വ്യവസായ കോറിഡോറുമായി ബന്ധപ്പെടുത്തി ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് തൊഴിലവസരങ്ങൾ അവർക്ക് ലഭിക്കും. We are going to connect it via Kochi, Coimbatore. നമ്മൾ അതുപോലെ തന്നെ കൊച്ചിയും കോയമ്പത്തൂരും തമ്മിൽ ഇതുപോലൊരു കോറിഡോർ പണിയുന്നതിന് ആഗ്രഹിക്കുന്നു. And Thiruvananthapuram, Madurai, Sriperumbudur. അതുപോലെ തിരുവനന്തപുരത്ത് നിന്നും മധുരയിലേക്കും, മധുരയിൽ നിന്നും ശ്രീപെരുമ്പുദൂരിലേക്കും ഈ പറഞ്ഞ പോലുള്ള ഒരു വ്യവസായ കോറിഡോർ സൃഷ്ടിക്കുന്നതിന് നമ്മൾ ആഗ്രഹിക്കുന്നു.
And using this corridor, we are going to make India the manufacturing capital of the world. ഈ കോറിഡോറുകൾ സൃഷ്ടിക്കുന്നതിലൂടെ ഇന്ത്യ ലോകത്തെ ഒരു ഉൽപാദന രാജ്യമായി മാറ്റാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. And we are going to create 100 million jobs for our youngsters in Kerala and all other states. ഈ തരത്തിൽ ഇന്ത്യയിലെമ്പാടും കേരളത്തിലടക്കം 100 ദശലക്ഷം തൊഴിലുകൾ യുവാക്കൾക്കായി ഉണ്ടാക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി പദ്ധതിയിടുന്നു. I said we took 15 crore people out of poverty. Now there is a new class of people who are above the poverty line and below the middle class. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ 15 കോടി ജനങ്ങളെ ദാരിദ്ര്യരേഖയ്ക്ക് മുകളിൽ കൊണ്ടുവന്നു എന്ന്. എന്നാൽ അതിന് തൊട്ടു മുകളിലായി ദരിദ്രരല്ലാത്ത എന്നാൽ പണക്കാരല്ലാത്ത ഇടയ്ക്ക് വരുന്ന ഒരു വിഭാഗം ജനങ്ങളുണ്ട്. There are 70 crore people. They are the mechanics, the carpenters, the plumbers, the drivers, the taxi drivers, the bus drivers, the chowkidars. ആ കണക്കിൽ വരുന്ന ഏകദേശം 70 കോടി ജനങ്ങളാണ് ഇന്ത്യയിലുള്ളത്. നമ്മൾ പരിശോധിച്ചാൽ ആശാരിമാരാണെങ്കിലും അല്ലെങ്കിൽ പ്ലംബർമാരാണെങ്കിലും റിക്ഷ ഡ്രൈവേഴ്സ് ആണെങ്കിലും എന്ന് വേണ്ട വിവിധ തലങ്ങളിൽ പണിയെടുക്കുന്ന പ്ലംബർമാരടക്കം ഉള്ള ആ ഒരു വിഭാഗം ജനങ്ങൾ 70 കോടിയാണ് ഈ രാജ്യത്തുള്ളത്. They are the 70 crore people who are the backbone of this country. ആ 70 കോടിയാണ് ഈ രാജ്യത്തിന്റെ നട്ടെല്ല് എന്ന് പറയുന്നത്. Our commitment to these 70 crore people is that we are going to try and put you all into the middle class. നമ്മൾ ആ ഈ പറഞ്ഞ 70 കോടി ജനങ്ങളെ ദരിദ്രരേഖയ്ക്ക് തൊട്ടു മുകളിലുള്ളവരെ ചുരുങ്ങിയത് മധ്യവർഗത്തിലേക്കെങ്കിലും ഉയർത്തിക്കൊണ്ടുവരുവാൻ നമ്മൾ പ്രതിജ്ഞാബദ്ധരാണ്. We are going to ensure that your children can also go to colleges and universities and dream of big dreams. നമ്മൾ ആഗ്രഹിക്കുന്നു അവരുടെ മക്കളും ഈ രാജ്യത്തെ നല്ല കോളേജുകളിലും സ്കൂളുകളിലും പോകാനും വിദ്യാഭ്യാസം നേടാനും വളരാനും അടുത്ത ഭാവി നല്ല ഒരു സുരക്ഷിതമായ ഭാവി ഉണ്ടാക്കാനും സ്വപ്നം കാണാൻ കഴിയുന്നവരായി അവരെ മാറ്റണം നമ്മൾക്ക്. So you can also feel that this country belongs to you and that you have a great future in this country. അപ്രകാരം നിങ്ങൾക്ക് ഈ പറഞ്ഞ 70 കോടി ജനങ്ങൾക്കും ഈ രാജ്യം എന്റേതാണ് എന്ന് തോന്നുന്നു. അത് തോന്നുന്ന രീതിയിൽ ഈ രാജ്യം അവരെ സ്നേഹിക്കുമ്പോൾ ഈ രാജ്യത്തിന്റെ വികസനത്തിന്റെയും വളർച്ചയുടെയും ഭാഗമായി അവർ മാറുകയാണ്. Now, the final thing I would like to say, the Congress party believes in listening to the people it represents. ഒരു കാര്യം ഞാൻ അവസാനമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പാർട്ടി എക്കാലവും ഈ രാജ്യത്തെ ജനങ്ങളെ ശ്രവിക്കാനാണ് ആഗ്രഹിച്ചിട്ടുള്ളത്. And on the Kasturi Rangan report, we listen to you. കസ്തൂരി രംഗൻ വിഷയത്തിൽ ഞങ്ങൾ അതാണ് ചെയ്തത്. ഈ നാട്ടിലെ ജനങ്ങൾക്ക് ചെവി തരികയാണ്, അവരെ ശ്രവിക്കുകയാണ് ഉണ്ടായത്. And I want to assure you that nothing is going to happen that the people of Kerala, the people of this region do not want. ഞാൻ ആവർത്തിച്ചുറപ്പിച്ചാണിയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു, ഈ രാജ്യത്തെ ഈ പ്രദേശത്തെ ജനങ്ങൾ ആഗ്രഹിക്കാത്തതായ ഒന്നും ഈ ഭൂപ്രദേശത്ത് നടപ്പിലാകില്ല എന്ന് ഞാൻ ഉറപ്പു തരുന്നു. The environment is important. We accept that. But the wishes of the people of Kerala, your wishes, are also very, very important. And we are going to stand by your wishes. പരിസ്ഥിതി വളരെ പ്രധാനപ്പെട്ടതാണ്, അംഗീകരിക്കുന്നു. എന്നാൽ അതിലേറെ എത്രയോ പ്രധാനപ്പെട്ടതാണ് ഈ രാജ്യത്തെ ഈ പ്രദേശത്തെ ജനങ്ങളുടെ ആഗ്രഹം. ഇത് രണ്ടും തമ്മിൽ വരുമ്പോൾ ഈ രാജ്യത്തെ ജനങ്ങളുടെ അല്ലെങ്കിൽ ഈ പ്രദേശത്തെ ജനങ്ങളുടെ ആഗ്രഹത്തിനൊപ്പം നിൽക്കാനാണ് ഞങ്ങളുടെ തീരുമാനം, പാർട്ടിയുടെ തീരുമാനം, എൻ്റെ തീരുമാനം. You have a young candidate, Dean Kuriakose, over here. He's a capable boy, and I want you to send him to the Lok Sabha. നിങ്ങൾക്ക് വളരെ ചെറുപ്പക്കാരനായ ഒരു സ്ഥാനാർത്ഥിയാണ് തന്നിട്ടുള്ളത്. മിടുക്കനായ കഴിവുള്ള ഒരു ചെറുപ്പക്കാരനായ സ്ഥാനാർത്ഥിയെ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. അദ്ദേഹത്തെ പാർലമെന്റിലേക്ക് അയക്കാൻ നിങ്ങൾ തയ്യാറാകണമേ. I want you to send him so he can represent you, but also so that he can represent India and work to change the state of this country. ഞാൻ അദ്ദേഹത്തെ നിങ്ങൾ പാർലമെന്റിലേക്ക് അയക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അതിലൂടെ നിങ്ങളുടെ ആവശ്യങ്ങൾ പാർലമെന്റിൽ ഉന്നയിക്കാനും നിങ്ങളുടെ ഒരു പ്രതിനിധിയായിരിക്കാനും അതുപോലെ തന്നെ ഇന്ത്യക്ക് വേണ്ടി പ്രവർത്തിക്കാനും ഈ രാജ്യത്തിന്റെ ഭാവിക്ക് വേണ്ടി പ്രവർത്തിക്കാനും അദ്ദേഹത്തിന് കഴിയട്ടെ. For all the workers who have come here, I would like to thank you for coming, and I would like to tell you that you are our backbone. You fight for us every day, and I'm very proud of you. ഇവിടെ വന്ന പ്രവർത്തകരോട് ഞാൻ ഏറെ സ്നേഹത്തോടെ ആത്മാർത്ഥതയോടുകൂടി ഒരു കാര്യം പറയട്ടെ. നിങ്ങളാണ് ഈ രാജ്യത്തിന്റെ ഈ പാർട്ടിയുടെയും ശക്തി. നിങ്ങളിൽ എനിക്ക് ഒരുപാട് ആത്മവിശ്വാസമുണ്ട്. നിങ്ങൾ വന്നതിന് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. നിങ്ങളാണ് ഈ പാർട്ടിയുടെയും മുന്നണിയുടെയും നട്ടെല്ലെന്ന് പറയുന്നത്. You take our ideas to the people and you fight the CPM, you fight their violence and you oppose them.
നിങ്ങൾ നമ്മുടെ ആശയങ്ങളും പ്രത്യയശാസ്ത്രവും ജനങ്ങളിലേക്ക് കൊണ്ടുപോവുക, അവരിൽ പ്രചരിപ്പിക്കുക. അതിലൂടെ ഇവിടുത്തെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും അവരുടെ അക്രമ രാഷ്ട്രീയത്തെയും നമ്മൾക്ക് എതിർത്ത് തോൽപ്പിക്കേണ്ടതുണ്ട്. And the most important thing for me as Vice President of the Congress Party is to strengthen the worker in the Congress Party to give you more power. കോൺഗ്രസിന്റെ ഉപാധ്യക്ഷൻ എന്ന നിലയിൽ എന്റെ ഏറ്റവും വലിയ ദൗത്യമായി ഞാൻ കാണുന്നത് സാധാരണക്കാരനായ ഈ പാർട്ടിയുടെ പ്രവർത്തകനെ ഓരോരുത്തരെയും ശാക്തീകരിക്കാൻ കഴിയുന്ന നയങ്ങൾക്കാണ് രൂപം കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. Because if we make you strong, we make the Congress Party strong and the ideas of the Congress strong. നിങ്ങളെ ശക്തിപ്പെടുത്തുന്നതിലൂടെ പാർട്ടി ശക്തമാവുന്നു, അതിലൂടെ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രവും ആശയവും ശക്തമാവുന്നു. ഇതിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. I'd like to thank you all for coming here. All the best. Jai Hind. ഞാൻ എല്ലാവരോടും അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.